ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ ഭർത്താവിനെതിരെ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അതുല്യയുടെ സഹോദരിയും ഭർത്താവുമാണ് ഷാർജ പോലീസിൽ പരാതി നൽകുന്നത്. ഭർത്താവ് സതീഷ് ഇന്നലെ ഫേസ്ബുക്കിൽ അതുല്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അതുല്യയുടെ സഹോദരി നമ്മളോട് പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഈ ഭർത്താവ് ഉപദ്രവിച്ചതിന് ശേഷം അതുല്യ ബന്ധപ്പെട്ടിരുന്നോ? ഹലോ, കേൾക്കാവോ? ശരി, ഈ ഒരു മർദ്ദനമുണ്ടായതിനു ശേഷം അതുല്യ ബന്ധപ്പെട്ട് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചിരുന്നോ? അവളിവിടെ ലാസ്റ്റ് എന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 18-ാം തീയതി വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ഹാപ്പി ആയിട്ടാ പോയെ. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 11:25 വരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പില്. 19-ാം തീയതി അവിടെ പിറന്നാളായിരുന്നു. അപ്പം അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്കറിയത്തില്ല. അവളിങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നു. കാരണം അവള് ഇതിന് മുന്നേയും പല ഇഷ്യൂസ് ഉണ്ടായിട്ടും അവൾ ഇത്രയും നാൾ പിടിച്ചിരുന്നത് ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി റിപ്പോർട്ട് വന്നാലേ നമുക്ക് എന്താ കാര്യം പറ്റും. ശരി, അഖില, ആ ഷാർജയിലെ അതുല്യ താമസിച്ചിരുന്ന ആ ഫ്ലാറ്റിന് ചുറ്റുപാടുമുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നോ? എന്താണ് അവർ പറയുന്നത്? കാരണം മുൻപ് ദുബായിലായിരുന്ന സമയത്ത് പൂട്ടിയിട്ടിട്ട് പോകുന്ന ഒരു പ്രവണതയെല്ലാം ഉണ്ടായിരുന്നു സതീഷിനെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ നാട്ടിലെ പോലല്ല ഇവിടെ. അങ്ങനെ മരണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആള് കൂടാനും അങ്ങനെയുള്ള ഇതൊന്നും ഇവിടെ പറ്റില്ല. നമ്മള് ഈ സംഭവം അറിഞ്ഞ് ഫ്ലാറ്റിൽ പോയപ്പം അടുത്തുള്ള നെയ്ബേഴ്സ് പോലും ആരും ഇല്ല. പുള്ളി മാത്രമേ അവിടെ ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. ശരി, എന്തായാലും ഇപ്പോൾ ഷാർജ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടല്ലേ? അത് ഇന്ത്യൻ അസോസിയേഷനില് പിന്നെ നമുക്ക് ഇവിടെ മൺഡേ നാളെ പോലീസ് സ്റ്റേഷൻ പറ്റുള്ളൂ. ശരി, എന്തായാലും ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ ഭർത്താവിനെതിരെ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിരിക്കുകയാണ്. അതുല്യയുടെ സഹോദരിയും ഭർത്താവുമാണ് ഷാർജ പോലീസിൽ പരാതി നൽകുന്നത്. ഭർത്താവ് സതീഷ് ഇന്നലെ ഫേസ്ബുക്കിൽ അതുല്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതുല്യയുടെ സഹോദരി അഖിലയാണ് പ്രതികരിച്ചത്.